ഡ്രൈവറായി ഡിവൈഎഫ്ഐ പ്രവർത്തകനെ നിയമിച്ചു. ആരോപണങ്ങളിൽ മറുപടിയുമായി മന്ത്രി കെ എ തുളസി. ഡ്രൈവറായി ഡിവൈഎഫ്ഐ പ്രവർത്തകനെ നിയമിച്ചെന്ന ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി കെ എ തുളസി. തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ഡ്രൈവർക്കെതിരെ സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പൂർണ്ണമായും വ്യാജ വാർത്തകളാണെന്ന് കെ എ തുളസി പറഞ്ഞു. തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയ ഡ്രൈവർ മുൻപ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴും വി കെ ശ്രീകണ്ഠൻ എംപിയുടെ കൂടെയും ദീർഘകാലം ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന വ്യക്തിയാണെന്നും ഡിവൈഎഫ്ഐയുമായോ മറ്റ് ഇടത് സംഘടനകളുമായോ യാതൊരുവിധ ബന്ധവുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ നിയോജക മണ്ഡലമായ കോങ്ങാട് MLA ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കെ എ തുളസി. മുണ്ടൂർ ഉത്സവ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തൽ നിർമ്മിക്കുകയും ഡിവൈഎഫ്ഐ DJ പാർട്ടിയുടെ ചുമതലയുമാണ് ഏറ്റെടുക്കുന്നത്. പൊതുവായ DJ പാർട്ടിയിൽ പങ്കെടുത്തതിന്റെ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തന്റെ നിയമസഭാ മണ്ഡലത്തിലെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന അതേ ദിവസം തന്നെ ഇത്തരത്തിൽ വ്യാജ വാർത്ത പടച്ചുവിട്ടതിന്റെ ഉദ്ദേശം വ്യക്തമാണെന്നും എന്നാൽ ഇവർക്കെതിരെ നിയമ നടപടികൾക്കൊന്നും താൻ മുതിരുന്നില്ലെന്നും ഇവർക്കുള്ള ശിക്ഷ ദൈവം നൽകിക്കൊള്ളുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ആരോപണ വിധേയനായ വ്യക്തി ഏതെങ്കിലും കോൺഗ്രസുകാരനെയോ യൂത്ത് കോൺഗ്രസുകാരനെയോ മർദ്ദിച്ചതോ ഇയാൾക്ക് ഡിവൈഎഫ്ഐയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്നതിനോ വ്യക്തമായ തെളിവ് നൽകിയാൽ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പുറത്താക്കാൻ തയ്യാറാണെന്ന് കെ എ തുളസി പറഞ്ഞു.